നിങ്ങളുടെ ഏലച്ചെടിയും മഞ്ഞ നിറത്തിലാകുന്നുണ്ടോ? വലിയ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ എത്ര വളവും വെള്ളവും ഒഴിച്ചിട്ട് മാറ്റമില്ലെങ്കിൽ നിങ്ങൾ ഇതറിയണം. ഈ പ്രശ്നം മേലെ നിന്നല്ല, ചുവട്ടിൽ നിന്നുമാണ് തുടങ്ങുന്നത്. അതെ, നെമാറ്റോഡ് എന്ന് പറയുന്ന സൂക്ഷ്മജീവി നിങ്ങളെ ചെടികളുടെ വേരുകളെ ആക്രമിക്കുന്നു, അതും നിശബ്ദമായി. ചെടികൾക്ക് വെള്ളവും പോഷണവും ലഭിക്കുന്നതിൽ നിന്നും തടയുന്നു. നിങ്ങൾ അത് അറിയുമ്പോഴേക്കും നഷ്ടം ആരംഭിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇത് പരിഹരിക്കാൻ ഒരു പെർഫെക്റ്റ് സമയമുണ്ട്. അതെ, ഇപ്പോൾ തന്നെ, ഈ ഏപ്രിൽ മാസം. നമസ്കാരം കർഷക സുഹൃത്തുക്കളെ, കാർത്തേനി ഓർഗാനിക്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എത്ര വെള്ളം ഒഴിച്ചിട്ടും എത്ര വളമിട്ടിട്ടും ചെടിക്ക് മാറ്റങ്ങളൊന്നും കാണുന്നില്ലേ? മണ്ണിൽ ചുണ്ണാമ്പിട്ടിട്ടും ഫലങ്ങളൊന്നും കാണുന്നില്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫംഗസ് ആവാം, ബാക്ടീരിയ ആകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം, അല്ലേ? പക്ഷേ പ്രശ്നം മണ്ണിലാണ്. നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു അദൃശ്യ ശത്രു. അതെ, നിമാറ്റോഡ് അല്ലെങ്കിൽ നിയമവിര. നെമാറ്റോഡ് എന്നാൽ എന്ത്? സൂക്ഷ്മമായ ഒരു ജീവിയാണ്, നിങ്ങളെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത്. മണ്ണിലാണ് ജീവിക്കുന്നത്. നെമാറ്റോഡുകൾ ചെറുതായി ചെടികളുടെ ചുവട്ടിൽ വേരുകളെ കടിച്ചുകൊണ്ടിരിക്കും. ഈ കടിയിലൂടെ ചെടികളുടെ വേരിൽ ഒരു വൃത്തികെട്ട വളർച്ച ഉണ്ടാവും. അതിനെ നമ്മൾ ഗാൾ എന്ന് പറയുന്നു. ഈ ഗാൾ ഒരു പഴുപ്പ് പോലെയാണ്. ഈ അവസ്ഥ കാരണം വെള്ളം മുകളിലേക്ക് വരില്ല, അതുപോലെ തന്നെ പോഷകങ്ങളും. എന്നാലും ചെടി പുറത്തു നിന്ന് പച്ചയായി കാണാം, പക്ഷെ അകത്തു നിന്നും അങ്ങനെയല്ല അവസ്ഥ. ഇടുക്കി, വയനാട്, പാലക്കാട് എന്നീ പ്രദേശങ്ങളിലെ ഏലത്തോട്ടങ്ങളിൽ ഈ പ്രശ്നം വളരെ കൂടുതലാണ്. കർഷകർ പലവട്ടം ശ്രമിച്ചിട്ടും നഷ്ടം തുടരുന്നു. കാരണം ശത്രുവിനെ കാണാൻ കഴിയാത്തതാണ്. നെമാറ്റോഡുകൾ ഒരു ചെടിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. വെള്ളത്തിന്റെ കൂടെ, മണ്ണിലൂടെ, അങ്ങനെ അത്ര പെട്ടെന്ന് അത് വ്യാപിക്കപ്പെടുന്നു. ഈ ഏപ്രിൽ മാസം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ഈ സമയം തന്നെയാണ് നെമാറ്റോഡുകളുടെ വ്യാപനം ആരംഭിക്കുന്നത്. അതിനാൽ പകരാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നടപടിയെടുക്കണം. ഇപ്പോൾ തന്നെ പ്രവർത്തിച്ചു തുടങ്ങുന്നതാണ് സ്മാർട്ട് ഫാമിംഗ്. നിങ്ങൾ അതിനെ കാണാതെ ഇരിക്കുമ്പോഴും അത് അതിന്റെ പണി നിശബ്ദമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴേക്കും ചെടികൾ വാടി തുടങ്ങും. ഇലകൾ മഞ്ഞയായിരിക്കും, വിളവ് കുറഞ്ഞിരിക്കും, 60% നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും. ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ്. ഈ പ്രശ്നം പരിഹരിക്കാനാണ് കാർത്യായനി സോയിൽ പ്രൈം. ഇതിന്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആണ് ഫ്ലൂവോപൈറം. 34.48% SC എന്നാൽ സസ്പെൻഷൻ കോൺസെൻട്രേറ്റ് എന്നാണ്. മണ്ണിൽ ഒരേപോലെ ലയിക്കുകയും വെള്ളത്തിൽ ഒരേപോലെ പരക്കുകയും ചെയ്യും. ഫ്ലൂവോപൈറം ഒരു സിസ്റ്റമിക് കെമിക്കലാണ്. നിങ്ങളത് മണ്ണിൽ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ നിമാറ്റോഡുകൾ നിയന്ത്രണപ്പെടുന്നു. ഇനി ഫ്ലൂവോപൈറം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ എനർജി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ നിമാറ്റോഡുകളുടെ ശരീരത്തിലും ഒരു എനർജി പ്രൊഡക്ഷൻ പ്രോസസ് ഉണ്ടാകും. ഈ പ്രോസസ്സിൽ പ്രധാനപ്പെട്ട ഘടകമാണ് സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ്. അതിനെ ഒരു സെല്ലുലാർ എനർജി എന്നും പറയാം. ഫ്ലൂവോപൈറം ഈ എനർജി ഉൽപാദനത്തിനെ തടസ്സപ്പെടുത്തുന്നു. എനർജി ഉൽപാദനം ഇല്ലാതെയാകുമ്പോൾ നെമാറ്റോഡുകൾ പാരലൈസ് ആവുന്നു, പക്ഷാഘാതം സംഭവിക്കപ്പെടുന്നു. പിന്നെ അവർക്ക് വേരുകളിൽ കടിക്കാൻ പറ്റില്ല, പുനരുൽപാദനം ചെയ്യാൻ പറ്റില്ല, അധിക സമയം വേരുകളിൽ പിടിച്ചു നിൽക്കാനും കഴിയില്ല. അതായത് ഇത് പെട്ടെന്ന് തന്നെ പ്രവർത്തിച്ചു തുടങ്ങുന്നു. ബാക്കിയുള്ള നെമാറ്റോഡുകളെ സിസ്റ്റമിക് ആക്ഷൻ വെച്ച് നിയന്ത്രണത്തിലാക്കി റൂട്ട് സോൺ ക്ലീൻ ആയി സൂക്ഷിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഡോസ് എത്രയാണ്? ഈ ഒരു ഭാഗം ഒരിക്കലും വിട്ടുകളയല്ലേ, ശ്രദ്ധയോടെ കേൾക്കൂ. ഇനി ബാരലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ 100 to 125 ml/200 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കാം. ഈ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാൻ 2 മെത്തേഡ് ഉണ്ട്. ഒന്നാം മെത്തേഡ് ഡ്രഞ്ച് മെത്തേഡാണ്. ഡ്രഞ്ച് മെത്തേഡ് വഴിയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നുവെങ്കിൽ മണ്ണ് ആദ്യം തന്നെ നനച്ചിരിക്കണം. ഡ്രൈ മണ്ണിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ കെമിക്കലുകൾ ഒരേപോലെ പരകില്ല. മണ്ണ് നനച്ചതിന് ശേഷം ചെടിയുടെ ചുവട്ടിലുള്ള മൾച്ചിങ് മെറ്റീരിയൽ താഴേക്ക് മാറ്റിവെക്കണം. പിന്നെ സോയിൽ പ്രൈം സൊല്യൂഷൻ വെള്ളത്തിൽ കലക്കി ഡയല്യൂട്ട് ചെയ്യണം. അതിനുശേഷം ചെടിയുടെ ചുവട്ടിൽ ഒരു ബാൻഡ് പോലെ, സർക്കുലർ ബാൻഡ് പോലെ ഒഴിക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ചെടിയുടെ തണ്ട് നേരിട്ട് സ്പർശിക്കാതെ നോക്കണം. ഫ്ലൂവോപൈറം വേരുകൾ വഴിയാണ് ചെടികളിലേക്ക് പ്രവേശിക്കേണ്ടത്, തണ്ടുകൾ വഴിയല്ല. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ മൾച്ചിങ് മെറ്റീരിയൽ തിരികെ എടുക്കണം. അത് മണ്ണിലെ ഈർപ്പം നിലനിർത്താനും കെമിക്കൽ സംരക്ഷിക്കാനും സഹായിക്കുന്നു. രണ്ടാമത്തെ മെത്തേഡാണ് ഡ്രിപ്പ് ഇറിഗേഷൻ. ഡ്രിപ്പ് ഉണ്ടെങ്കിൽ ഇതാണ് ഒരു എളുപ്പവഴി. ഇടുന്നതിന് മുന്നേ ഡ്രിപ്പ് ഉപയോഗിച്ച് മണ്ണ് നനച്ചിരിക്കണം. പിന്നീട് സോയിൽ പ്രൈം സൊല്യൂഷൻ വെഞ്ചുറൈ സിസ്റ്റം വഴി ഇഞ്ചക്ട് ചെയ്യണം. ഇത് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സാധാരണ വെള്ളവും ഒഴിച്ചു കൊടുക്കണം. ഇത് യൂണിഫോം കവറേജ് കൂട്ടുകയും കെമിക്കൽ വേസ്റ്റ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിൽ വിജയം നിർണ്ണയിക്കുന്നത് എന്താണെന്നല്ലേ? ടൈമിംഗ് ആണ് വിജയം നിർണ്ണയിക്കുന്നത്. കേരളത്തിന്റെ കാലാവസ്ഥ അനുസരിച്ച് ഈ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള സമയം 2 ആണ്. ഒന്നാമത്തെ ശ്വാസത സമയം ഏപ്രിൽ മെയ്, അതായത് മഴയ്ക്ക് മുന്നേ. നമ്മുടെ ഈ പ്രൊഡക്റ്റ് മഴയ്ക്ക് മുന്നേ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ സമയത്താണ് ഏലച്ചെടിയിൽ പുതിയ വേരുകൾ രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ വേരുകൾ സംരക്ഷിക്കാനും സാധിക്കും. മഴവെള്ളം കൊണ്ട് നിമാറ്റോഡുകളെ തടയാനും സാധിക്കും.
ഈ ടൈമിംഗ് ഒരു സുവർണ അവസരമാണ്. ഇനി നിങ്ങൾ ഈ സമയത്ത് ചെയ്തിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുക എന്ന് അറിയണ്ടേ? മഴക്കാലം തുടങ്ങുമ്പോൾ വെള്ളത്തിനോടൊപ്പം, അതെ, മഴവെള്ളത്തോടൊപ്പം നിമാറ്റോഡുകളും നിങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് പരക്കും. ഈ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള രണ്ടാമത്തെ സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ. മഴ കഴിഞ്ഞ് നെമാറ്റോഡുകളുടെ പ്രൊഡക്ഷൻ കൂടുന്ന സമയമാണിത്. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു മുൻകരുതൽ എടുക്കണം. എന്താണെന്നല്ലേ? നിങ്ങൾ നിങ്ങളുടെ തോട്ടത്തിൽ അടുത്തിടെയായി ചുണ്ണാമ്പ്, അതായത് അഗ്രികൾച്ചർ ലൈം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് സോയിൽ പ്രൈം ഉപയോഗിക്കാൻ 15 മുതൽ 20 ദിവസം വരെ കാത്തിരിക്കണം. കാരണം ലൈം മണ്ണിന്റെ pH മാറ്റം വരുത്തും. അതിനാൽ ശരിയായ ഫലം ലഭിക്കാൻ ഈ സമയത്തിന്റെ കൃത്യമായ ഇടവേള പാലിക്കുക. സോയിൽ പ്രൈം പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ കയ്യുറ, അതായത് ഗ്ലൗസ് ധരിച്ചിരിക്കണം. അപ്ലിക്കേഷന്റെ സമയത്ത് മണ്ണ് നനഞ്ഞിരിക്കണം. അപ്ലിക്കേഷനു ശേഷം കയ്യും മുഖവും കഴുകുന്നത് പതിവാക്കാൻ ശ്രമിക്കുക. ഇതൊരു നിർബന്ധമായ കാര്യമാണ്, ഔപചാരികത മാത്രമല്ല. അപ്പോൾ സോയിൽ പ്രൈം ഉപയോഗിക്കുന്നതിലൂടെ ഫലം എന്താണ് ലഭിക്കുന്നത് എന്നറിഞ്ഞാലോ? സോയിൽ പ്രൈം ഉപയോഗിച്ച് ഒരു മാസം കഴിഞ്ഞാൽ തന്നെ വ്യത്യാസവും വ്യക്തമായി കാണാം. മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കിയാലോ? ചെടികളുടെ മഞ്ഞ നിറം കുറയും, പുതിയ ഇലകൾ ശക്തമായി വളരും, വേരുകളും ശക്തമായി തന്നെ ഇരിക്കും. ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞതല്ല, നിങ്ങൾ കർഷകർ തന്നെ പറഞ്ഞതാണ്. ഇടുക്കി, വയനാട്, പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർക്ക് ഇതിനകം തന്നെ മികച്ച ഫലങ്ങൾ കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്നിച്ച് കൃഷി ചെയ്യാം, നിങ്ങൾക്കും വളരാം കാത്യായനിയുടെ കൂടെ. നിങ്ങളുടെ ഏലത്തോട്ടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ എന്തുമാവട്ടെ, നിങ്ങൾക്ക് അത് ഞങ്ങളുമായി ഷെയർ ചെയ്യാം. ഈ കാണുന്ന വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ അത് നിങ്ങൾക്ക് ഞങ്ങളുമായി ഷെയർ ചെയ്യാം. ഇങ്ങനെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിനോടനുബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോം നിങ്ങൾക്ക് ഫിൽ ചെയ്യാം. ഫോം ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അഗ്രി എക്സ്പേർട്സ് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ എങ്ങനെയാ? ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി.